Good morning, dear students. When we come to today's class, we are going to look at chapter 2 of unit 1 from Ecoscapes. And here in this particular chapter, we are going to study about forests. And forest is one of those renewable resources. I hope you know what renewable and non-renewable resources are. Renewable resources are those resources that get renewed naturally. So നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് naturally അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, renew ചെയ്തുകൊണ്ടിരിക്കും. Non-renewable resources are those resources that get exhausted with use, or they are those resources that take millions of years to regenerate. അതായത് രണ്ടാമതൊന്ന് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ millions of years എടുക്കുന്നവയാണ്. സോ നാച്ചുറലി നമ്മൾ ഉപയോഗിക്കുന്നതിന് അനുസരിച്ച് അത് എന്താകും, എക്സോസ്റ്റഡ് ആകുക മീൻസ് തീർന്നു പോകുക. സോ റിന്യൂവബിൾ റിസോഴ്സിന് ഏറ്റവും നല്ല എക്സാമ്പിൾസിൽ ഒന്നാണ് ഫോറസ്റ്റ്. ലൈക്ക് വി ടോക്ക് അബൌട്ട് സോളാർ എനർജി, ഒരു റിന്യൂവബിൾ റിസോഴ്സ് ആണ്. സോ ഹിയർ ഇൻ ദിസ് പെർട്ടിക്കുലർ ചാപ്റ്റർ വി ആർ ഗോയിങ് ടു ലുക്ക് അറ്റ് ഫോറസ്റ്റ് ആൻഡ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ്. നൗ ഫസ്റ്റ് ഫോറസ്റ്റ് എന്താണെന്നുള്ളൊരു ഡെഫിനിഷനാണ് വരുന്നത്. ഇത് പഠിച്ചു വെക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കും. So a forest can be defined as a large area dominated by trees comprising of a wide range of flora and fauna. നമുക്കറിയാം ഒരു ഫോറസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ലാർജ് ഏരിയ ആണ്, ഡോമിനേറ്റഡ് ബൈ ട്രീസ്. തീർച്ചയായിട്ടും വനം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ചിത്രം തന്നെ എന്താണ്, വലിയ മരങ്ങളുടെ ചിത്രമാണ്. സോ ഇറ്റ്സ് എ ലാർജ് ഏരിയ ഡോമിനേറ്റഡ് ബൈ ട്രീസ് കംപ്രൈസിംഗ് ഓഫ് എ wide range of flora and fauna. Wide range means വൈവിധ്യമാർന്ന, flora means plants, fauna means animals. So forest എന്താന്ന് പറയുമ്പോഴത്തേക്കും basically we have got a picture അല്ലേ. There are large trees, there are plants, wide variety of species of plants, and also it's a place full of animals. So that is what forests are. So a forest can be defined as a large area dominated by trees comprising of a wide range of flora and fauna. Almost 1/3 of the earth's surface is covered by forest, and it exists in dry, wet, bitterly cold and swelteringly hot climates. So ഭൂമിയുടെ 1/3 എന്ന് പറയുന്നത് ഇറ്റ്സ് കവേർഡ് ബൈ ഫോറസ്റ്റ്. അത് പല കാലാവസ്ഥാ സാഹചര്യങ്ങളിൽ നമുക്ക് പല രീതിയിലുള്ള വനങ്ങൾ കാണാൻ സാധിക്കും. ഫോറസ്റ്റ് എക്സിസ്റ്റ് ഇൻ ഡ്രൈ, വരണ്ട പ്രദേശങ്ങളിൽ, അതുപോലെ തന്നെ വെറ്റ് മീൻസ് ഈർപ്പമുള്ള സ്ഥിരം മഴ കിട്ടുന്ന പ്രദേശങ്ങളിൽ, ബിറ്റർലി കോൾഡ് കൊടും ശൈത്യമുള്ള പ്രദേശങ്ങളിൽ, ആൻഡ് ഈവൻ ഇൻ swelteringly hot climates. Means swelteringly hot means തിളയ്ക്കുന്ന താപമുള്ള, മീൻസ് അതിഭയങ്കരമായിട്ടുള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ പോലും നമുക്ക്, ഈവൻ എന്താണ്, മരുഭൂമികളിൽ പോലും നമുക്ക് എന്തിന്റെ സാന്നിധ്യം കാണാൻ സാധിക്കും. ഇടയ്ക്ക് ചില സ്ഥലങ്ങളിൽ നമുക്ക് ചെറിയ ചെറിയ ഫോറസ്റ്റുകൾ, നമ്മൾ പലപ്പോഴും ഒയാസിസ് എന്നൊക്കെ വിളിക്കാറുണ്ട്. സോ അങ്ങനെ സസ്യങ്ങളുടെയും അതുപോലെ തന്നെ ജീവജാലങ്ങളുടെയും ഒക്കെ സാന്നിധ്യം നമുക്ക് മരുഭൂമികളിൽ പോലും നമുക്ക് കാണാൻ സാധിക്കും. സോ ഫോറസ്റ്റ് ഓഫ് ഡിഫറെന്റ് ഏരിയാസ് ഹാവ് ഡിസിമിലർ ഫീച്ചേഴ്സ് അക്കോർഡിംഗ് ടു ലാൻഡ്, അറ്റ്മോസ്ഫിയർ ആൻഡ് ക്ലൈമറ്റ്. നമ്മൾ ഈ പറഞ്ഞ പല സാഹചര്യങ്ങളിൽ കാണുന്ന ഫോറസ്റ്റുകൾക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്വഭാവമായിരിക്കും. So forests of different areas have dissimilar features. So അവരുടെ ഫീച്ചേഴ്സ് എന്തായിരിക്കും, ഡിസിമിലർ ആയിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും, ഡിപ്പെൻഡിങ് ഓൺ ദ നേച്ചർ ഓഫ് ലാൻഡ്, അറ്റ്മോസ്ഫിയർ ആൻഡ് ക്ലൈമറ്റ്. മെയിൻലി ബ്രോഡ്ലി there are 3 types of forests. പ്രധാനമായിട്ടും നമ്മൾ പൊതുവെ നോക്കുകയാണെങ്കിൽ വനങ്ങളെ നമ്മൾക്ക് ഈ കാലാവസ്ഥാ സാഹചര്യങ്ങൾ അനുസരിച്ച് you can classify it into 3. The first one is tropical, the second one is temperate, and the third one is boreal. So ഇത് ഓർത്ത് വെച്ചേക്കണം, ക്വസ്റ്റ്യൻ ആയിട്ട് വരും. What are the different types of forest? So you can classify forest into 3 types. They are tropical, temperate and boreal forest. Boreal forest ഉള്ള നമ്മൾ മറ്റൊരു പേര് വിളിക്കാറുണ്ട്. They are also called as taiga. The tropical forest has a stable temperature with heavy rainfall and immense species diversity. ഇനി ഓരോ ടൈപ്പ് ഫോറസ്റ്റിന്റെ ഡെഫിനിഷനിലേക്ക് നമ്മൾ വരികയാണ്. ഇതുമൊക്കെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരും. They can ask you what is a tropical forest. So tropical forest is a place, is a kind of forest which has got stable temperature. Temperature എന്ന് പറയുന്നത് ബാലൻസ്ഡ് ആയിരിക്കും. It usually receives heavy rainfall and it has got immense species diversity. ജൈവ വൈവിധ്യം എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഉണ്ടാകും. So it is species rich place. അത് സസ്യങ്ങളാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും it is a species rich place. It is found in South Asia, Africa and South America. ഏറ്റവും കൂടുതൽ ട്രോപ്പിക്കൽ ഫോറസ്റ്റ് നമ്മൾ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എന്നും പറയാറുണ്ട്. പ്രധാനമായിട്ടും കാണുന്നത് സൗത്ത് ഈസ്റ്റ് ഏഷ്യ, നമ്മളുടെ പശ്ചിമഘട്ടമൊക്കെ എന്തിനുള്ള എക്സാമ്പിൾ ആണ്, ട്രോപ്പിക്കൽ ഫോറസ്റ്റുകൾക്കുള്ള എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ ആമസോൺ ഫോറസ്റ്റ് ഒക്കെ എന്താണ്, ട്രോപ്പിക്കൽ ഫോറസ്റ്റുകളാണ്. സോ ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ആഫ്രിക്ക ആൻഡ് സൗത്ത് അമേരിക്ക.
The temperate forest has fertile lands with moderate temperature and large number of trees along with many common animals. In temperate forest they have got fertile lands. So they are forests with fertile lands. വളക്കൂറുള്ള മണ്ണായിരിക്കും, ടെമ്പറേച്ചർ മോഡറേറ്റ് ആയിരിക്കും, ഒരിക്കലും എന്തിലേക്ക് പോകത്തില്ല, എക്സ്ട്രീംസിലേക്ക് പോകത്തില്ല. സോ എന്ന് പറയുമ്പോഴത്തേക്കും റെയിൻ വിൽ ഓൾസോ ബി മോഡറേറ്റ്. അതാണ് ട്രോപ്പിക്കൽ ഫോറസ്റ്റും ടെമ്പറേറ്റ് ഫോറസ്റ്റുമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്നാണ്. ട്രോപ്പിക്കൽ ഫോറസ്റ്റ് റിസീവ്സ് ഹെവി റെയിൻഫോൾ whereas temperate forest receives moderate rainfall. So tropical forest സമ്മർ ആകുമ്പോഴത്തേക്കും ഉഷ്ണം എന്തായിരിക്കും, താപം നല്ല രീതിയിൽ വർദ്ധിക്കും. ബട്ട് ടെമ്പറേറ്റ് ഫോറസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും ഇറ്റ് വോണ്ട് സ്വിച്ച് ബിറ്റ്വീൻ എക്സ്ട്രീംസ്. രണ്ട് എക്സ്ട്രീംസിലേക്ക് ഒരിക്കലും പോകത്തില്ല. ആസ് ദ നെയിം സജസ്റ്റ് ദ ടെമ്പറേച്ചർ വിൽ ബി moderate. Temperate എന്ന് പറഞ്ഞാൽ തന്നെ ഇറ്റ് basically means moderate. So and it has got fertile land ആയതുകൊണ്ട് തന്നെ it has got large number of trees along with many common animals. So animal diversity എന്തുപോലെ വരത്തില്ല, ഒരിക്കലും tropical rain forest പോലെ വരത്തില്ല, but still it is rich in animals as well as trees. This type of forest is found in Northeast Asia, Europe and North America. ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത് നോർത്ത് ഈസ്റ്റ് ഏഷ്യയിലാണ്. അതുപോലെ തന്നെ യൂറോപ്പിലും നോർത്ത് അമേരിക്കയിലും ഒക്കെ കാണുന്ന ഫോറസ്റ്റുകൾ ഏതാണ്, ടെമ്പറേറ്റ് ഫോറസ്റ്റുകൾ ആണ്. ഓക്കെ. Now, boreal forest has a moist, cold weather dominated by evergreen conifers and animals that can withstand long periods of cold temperature. So, boreal forest എന്താണെന്ന് വെച്ചാൽ they are forests that are found in places with cold weather. അതായത് ശൈത്യമായിട്ടുള്ള കൊടും ശൈത്യമുള്ള പ്രദേശങ്ങളിലാണ് കൂടുതലായിട്ടും ഏത് ഫോറസ്റ്റുകൾ കാണുന്നത്, ബോറിയൽ ഫോറസ്റ്റുകൾ കാണുന്നത്. സോ എപ്പോഴും മോയ്സ്ചർ ഉള്ള കോൾഡ് ആയിട്ടുള്ള കാലാവസ്ഥാ സാഹചര്യങ്ങളാണ് യു കം അക്രോസ് ബോറിയൽ ഫോറസ്റ്റ്. സോ ബോറിയൽ ഫോറസ്റ്റ് ഹാസ് മോയ്സ്റ്റ് ഓർ കോൾഡ് വെതർ ഡോമിനേറ്റഡ് ബൈ എവർഗ്രീൻ കോണിഫേഴ്സ്. സോ അവിടെ ഏറ്റവും കൂടുതൽ കാണുന്ന മരങ്ങൾ ഏത് കാറ്റഗറിയിൽ പെട്ടതാണെന്ന് ചോദിച്ചാൽ ഇറ്റ് വിൽ ബി കോണിഫേഴ്സ്. നമ്മൾ ഈ പൈൻ മരങ്ങളും യൂക്കാലിപ്റ്റസ് ഒക്കെ ഇല്ലേ, അതിനെയൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോണിഫേഴ്സ് എന്ന് പറയുന്നത്. സോ തണുത്ത പ്രദേശങ്ങളായതുകൊണ്ട് തന്നെ നമ്മൾ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിലൊക്കെ കാണുന്നത് പോലെ എന്താണ് താഴ്ച വളരുന്ന നിബിഡമായിട്ടുള്ള ശിഖരങ്ങളൊക്കെയുള്ള അങ്ങനെയൊക്കെയുള്ള മരങ്ങൾ നമുക്ക് കാണാൻ പറ്റത്തില്ല. യു ക്യാൻ ഓൺലി സീ കോണിഫേഴ്സ്. ആൻഡ് ഓൾസോ ആനിമൽസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ബോറിയൽ ഫോറസ്റ്റ് ഹാസ് ഗോട്ട് ആനിമൽസ് ദാറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് ലോങ് പീരീഡ്സ് ഓഫ് കോൾഡ് ടെമ്പറേച്ചർ. സോ കൊടും ശൈത്യത്തെ അതിജീവിക്കാൻ പറ്റുന്ന മൃഗങ്ങൾ മാത്രമായിരിക്കും കൂടുതലായിട്ട് ഇവിടെ കാണുന്നത് ടൈഗയിൽ നമ്മൾ അല്ലെങ്കിൽ ബോറിയൽ ഫോറസ്റ്റിൽ നമ്മൾ കാണുന്നത്. നമ്മൾ ഈ പോളാർ ബെയർസിന്റെ ഒക്കെ കാര്യം പറയാറില്ലേ, സോ അതുപോലെ. So boreal forest is also known as taiga and can be seen in Alaska, Canada, Scandinavia and Siberia. So boreal forest ലോകത്തെ ഏറ്റവും തണുപ്പുള്ള പ്രദേശങ്ങളാണ് അലാസ്ക, നോർത്ത് അമേരിക്കയുടെ എക്സ്ട്രീം എൻഡിൽ കിടക്കുന്ന സ്റ്റേറ്റ് ആണ് അലാസ്ക. ദെൻ കാനഡ, അഗെയിൻ വൺ ഓഫ് ദ കോൾഡസ്റ്റ് കൺട്രീസ്. സ്കാൻഡിനേവിയ, നമ്മൾ സ്വീഡൻ അതുപോലെ നോർവേ പോലൊക്കെയുള്ള രാജ്യങ്ങളിലെ ഫിൻലാൻഡ് ഒക്കെ പോലെയുള്ള രാജ്യങ്ങൾ. ദെൻ ഓൾസോ ഇൻ സൈബീരിയ. ഓക്കെ. Now ഞാൻ ഇതിൻ്റെയൊക്കെ ഇമേജസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഇറ്റ് വിൽ ബി ഇൻട്രസ്റ്റിംഗ്. ഒരു മിനിറ്റ്. ഇതാണ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നത് പോലെയൊക്കെയുള്ള ഫോറസ്റ്റ് ആണ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ്. You must be familiar with this sort of images because this is something we can see in our own place. Then again, this is another image of tropical rainforest and this tropical forest. Okay. ഇനി ടെമ്പറേറ്റ് ഫോറസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതാണ് ടെമ്പറേറ്റ് ഫോറസ്റ്റുകളുടെ ഒരു ഇമേജ് എന്ന് പറയുന്നത്. ദേ ലുക്ക് ലൈക്ക് ദിസ്. നൗ ഈ നോർത്ത് അമേരിക്കയിലൊക്കെ ഓട്ടം സീസണൊക്കെ വരുമ്പോഴുള്ള ഫോറസ്റ്റുകളുടെ ഇമേജ് നമ്മൾ കണ്ടിട്ടില്ലേ, അതെല്ലാം ടെമ്പറേറ്റ് ഫോറസ്റ്റുകളാണ്. ദിസ് അഗെയിൻ ഈസ് അനദർ ഇമേജ് ഫോർ ടെമ്പറേറ്റ് ഫോറസ്റ്റ്. ഇതും ടെമ്പറേറ്റ് ഫോറസ്റ്റ് ആണ്. ഓക്കെ. സോ ഈ കാണുന്നതെല്ലാം അതിനുള്ള എക്സാമ്പിൾസ് ആണ്. നൗ ടൈഗ നിങ്ങൾ ഫെമിലിയർ ആണ്, കാണിച്ചു തരാം. ഈ കാണുന്നതെല്ലാം ടൈഗയാണ്. ഞാൻ 1-2 ഇമേജ് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ നിൽക്കുന്ന മരങ്ങളെയാണ് we basically call them as conifers. ഓക്കെ. സോ ഇങ്ങനെ കോണിഫേഴ്സിന്റെ പ്രസൻസ് അധികമായിട്ട് കാണുമ്പോൾ നമ്മൾക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ആ ഫോറസ്റ്റ് ഏതാണ്, ടൈഗ അല്ലെങ്കിൽ ബോറിയൽ ഫോറസ്റ്റ് ആണ്. കാര്യം മനസ്സിലായല്ലോ. Now forests are the lungs of the earth and its destruction can result in the end of the world. നമ്മൾക്കറിയാം നമ്മളുടെ ഭൂമിയുടെ ശ്വാസകോശമാണ് എന്തെന്ന് പറയുന്നത് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഈ ഒരു ഫ്രേസിംഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഈ അടുത്ത കാലത്ത് ആമസോൺ ഫോറസ്റ്റിന് തീ പിടിച്ച സമയത്ത് പലപ്പോഴും മാധ്യമങ്ങൾ ഇതേ വാചകം വെച്ചിട്ട് തലക്കെട്ടുകൾ സൃഷ്ടിച്ചിരുന്നു. ഭൂമിയുടെ ശ്വാസകോശമാണ് നമ്മൾ ആമസോൺ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. സോ ഫോറസ്റ്റുകൾ ബേസിക്കലി ദേ ആർ ദ ലങ്സ് ഓഫ് ദ എർത്ത്
and its destruction can result in the end of the world. So ശ്വാസകോശം നശിച്ചു പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്കറിയാം. It will result in the end of the world. It is valid for a plethora of reasons like controlling pollution, preventing soil erosion, cleaning the atmosphere by absorbing gases, providing home for several species and maintaining ecological balance. നമ്മൾ ഫോറസ്റ്റുകളെ ഭൂമിയുടെ ശ്വാസകോശമാണെന്ന് വിളിക്കാൻ ഉള്ള കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് വാലിഡ്. ഈ ഒരു പരാമർശം വാലിഡ് മീൻസ് പ്രസക്തമാണ്. നമ്മൾ ഭൂമിയുടെ ശ്വാസകോശമാണ് ഫോറസ്റ്റ് എന്ന് പറയുന്നത് വളരെ പ്രസക്തമാണ്. ഫോർ എ പ്ലീത്തോറ മീൻസ് ഫോർ എ നമ്പർ ഓഫ് റീസൺസ്. ഒരുപാട് കാരണങ്ങൾ കൊണ്ട് യു ക്യാൻ ഡിസ്ക്രൈബ് ഫോറസ്റ്റ് ആസ് ദ ലങ്സ് ഓഫ് ദ എർത്ത്. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറസ്റ്റ് help us in controlling pollution. പലപ്പോഴും പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് ഫോറസ്റ്റുകൾ നമ്മളെ സഹായിക്കാറുണ്ട്. You know how? Because they have the ability to absorb poisonous gases like carbon dioxide and they release oxygen. So they control pollution. They control especially pollution എന്ന് പറയുമ്പോഴത്തേക്കും they control air pollution. They prevent soil erosion. They clean the atmosphere by absorbing gases and they also provide home for several species and they maintain ecological balance. The chief function of forests include the sustenance of life, environmental protection and water conservation. So ഫോറസ്റ്റുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ they help us to sustain life. ഭൂമിയിലെ ജീവനെ നിലനിർത്തുന്നത് ആരാണെന്ന് ചോദിച്ചാൽ it is forest. They protect the environment, they clean the environment and also they help in water conservation. Okay. മരങ്ങളുടെ വേരുകൾക്ക് എന്തിനുള്ള കപ്പാസിറ്റി ഉണ്ട്? ദേ ഹാവ് ദ കപ്പാസിറ്റി ടു ഹോൾഡ് വാട്ടർ. സോ വാട്ടർ കൺസർവേഷനും ഒക്കെ അത് നമ്മളെ വളരെ വലിയ രീതിയിൽ സഹായിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇറ്റ് ഹെൽപ്സ് ഇൻ വാട്ടർ കൺസർവേഷൻ ബൈ പ്രിവെന്റിങ് സോയിൽ ഇറോഷൻ. സോയിൽ ഇറോഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ സോയിലിനോടൊപ്പം എന്ത് ഒഴുകി പോകും? നമ്മൾക്ക് മരങ്ങൾ പിടിച്ചു നിർത്താൻ സാധ്യതയുള്ള ജലം കൂടെ നമുക്ക് നഷ്ടമാകും. സോ എല്ലാ രീതിയിലും വളരെ വൈറ്റലാണ് എന്തെന്ന് പറയുന്നത് ഫോറസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇറ്റ് ഓൾസോ ആക്ട്സ് ആസ് എ സ്റ്റോർ ഹൗസ്, പ്രൊവൈഡ്സ് ലൈവ്ലിഹുഡ് ആൻഡ് ഫെസിലിറ്റേറ്റ്സ് റിസർച്ച്. അതുപോലെ തന്നെ ഒരുപാട് റിസോഴ്സുകളുടെ ഒരു വലിയ നിലവറയാണ്, ഒരു സ്റ്റോർ ഹൗസ് ആണ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. പ്രൊവൈഡ് ലൈവ്ലിഹുഡ്, നമ്മളുടെ ദൈനംദിന ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള തടിയാണെങ്കിലും അതുപോലെ തന്നെ ഹണി ആണെങ്കിലും വാക്സ് ആണെങ്കിലും അങ്ങനെ ഒരുപാട് റിസോഴ്സുകൾ നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ആരെന്ന് പറയുന്നത് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഓൾസോ ഫെസിലിറ്റേറ്റ്സ് റിസർച്ച്. ഒരുപാട് ഗവേഷണങ്ങളുടെ സാധ്യതയും നമ്മൾക്ക് ഒരുക്കി തരുന്നത് ആര് തന്നെയാണ്? ഫോറസ്റ്റുകൾ തന്നെയാണ്. എന്നാൽ ഇഫ് യു എക്സ്പ്ലോയിറ്റ് ഇറ്റ് ബിയോണ്ട് എ സർട്ടൻ ലിമിറ്റ് എന്ത് സംഭവിക്കും? ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ഡീഫോറസ്റ്റേഷൻ ക്യാൻ ലീഡ് ടു ഡെസർട്ടിഫിക്കേഷൻ ഓഫ് ലാൻഡ്സ്, ക്ലൈമറ്റ് ചേഞ്ച്, ലോസ് ഓഫ് ഹാബിറ്റാറ്റ് ഫോർ മില്യൺസ് ഓഫ് സ്പീഷീസ്, സോയിൽ ഇറോഷൻ, ഫ്ലഡിങ് ആൻഡ് സോ ഓൺ. പക്ഷേ നമ്മൾ ചൂഷണം ചെയ്യുകയാണെങ്കിൽ ഇഫ് യു ഡീഫോറസ്റ്റേറ്റ് ഫോറസ്റ്റ്, നമ്മൾ വനം വെട്ടി നശിപ്പിക്കുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ലീഡ് ടു ഡെസർട്ടിഫിക്കേഷൻ ഓഫ് ലാൻഡ്സ്. നമ്മുടെ ഭൂമി എന്തായിട്ട് മാറും? മരുഭൂമി പോലെയാകും. ഇറ്റ് ക്യാൻ റിസൾട്ട് ഇൻ ക്ലൈമറ്റ് ചേഞ്ച്. നമ്മളുടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ മുഴുവൻ നഷ്ടപ്പെടും. ഇറ്റ് ക്യാൻ ഓൾസോ റിസൾട്ട് ഇൻ ദ ലോസ് ഓഫ് ഹാബിറ്റാറ്റ് ഫോർ മില്യൺസ് ഓഫ് സ്പീഷീസ്. ഒരുപാട് ജീവജാലങ്ങൾക്ക് അവരുടെ അവരുടെ ആവാസ വ്യവസ്ഥിതി അവർക്ക് നഷ്ടപ്പെടും. they lose their habitat. Then soil erosion, it can result in soil erosion, it can cause flood and so on. So basically ഫോറസ്റ്റുകൾ നഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളുടെ എൻവയൺമെന്റിന്റെ മുഴുവൻ ബാലൻസും നഷ്ടപ്പെടും. ഇവിടെ ഫോറസ്റ്റുകൾ നമ്മൾക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഇവിടെ ഒരു എസ്സേ പഠിക്കാനുണ്ട്. ഇറ്റ് ഈസ് ടൈറ്റിൽഡ് ആസ് ദ റിലീജിയൻ ഓഫ് ദ ഫോറസ്റ്റ്, written by Rabindranath Tagore. Now the following extract, The Religion of the Forest by Rabindranath Tagore, depicts the relationship of an individual with forest and nature. ഒരു വ്യക്തിക്ക് പ്രകൃതിയുമായിട്ടും അതുപോലെ തന്നെ വനങ്ങളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഈ എസ്സേയിൽ ആര് സംസാരിക്കാൻ പോകുന്നത്? ടാഗോർ സംസാരിക്കാൻ പോകുന്നത്. സോ ദ ഫോളോയിങ് എക്സ്ട്രാക്ട്, ദ റിലീജിയൻ ഓഫ് ദ ഫോറസ്റ്റ് ബൈ ടാഗോർ depicts the relationship of an individual with forest and nature. ബേസിക്കലി പറഞ്ഞാൽ നമ്മൾക്ക് പ്രകൃതിയുമായിട്ട് ഏത് രീതിയിലുള്ള ബന്ധമാണ് ഉണ്ടാകേണ്ടത്, എന്നാൽ ഇപ്പോൾ ഏത് രീതിയിലുള്ള ബന്ധമാണ് നമ്മൾ വെച്ച് പുലർത്തുന്നത്. സോ നമ്മളെ ഒരു മാറ്റത്തിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ ചിന്താഗതികളെ സ്വാധീനിക്കാനായിട്ട് തീർച്ചയായിട്ടും ഈ എസ്സേക്ക് സാധിക്കും. അക്കോർഡിംഗ് ടു ടാഗോർ, ഫോറസ്റ്റ് ഇസ് എ സോഴ്സ് ഓഫ് ലൈഫ് ആൻഡ് ഇസ് എ സ്റ്റോർ ഹൗസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ടാഗോറിന്റെ വാക്കുകൾ അനുസരിച്ച് ജീവന്റെ സ്രോതസ്സാണ് എന്തെന്ന് പറയുന്നത് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് എ സ്റ്റോർ ഹൗസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ജൈവ വൈവിധ്യത്തിന്റെ നിലവറയാണ് എന്തെന്ന് പറയുന്നത് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഹി എംഫസൈസസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഫോറസ്റ്റ് ഇൻ ഇന്ത്യൻ ലൈഫ്, കൾച്ചർ ആൻഡ് ലിറ്ററേച്ചർ. അതുപോലെ തന്നെ
ഇന്ത്യയുടെ ഒരു സാമൂഹിക ജീവിതത്തിലാണെങ്കിലും സംസ്കാരത്തിലാണെങ്കിലും അതുപോലെ സാഹിത്യത്തിലാണെങ്കിലും ഫോറസ്റ്റിന് എത്രത്തോളം അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട് എന്നുള്ളതും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഈ എസ്സേയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ടാഗോർ ഷോസ് ദാറ്റ് the forest is not just the source of knowledge and freedom, but also the source of beauty and joy, of art and aesthetics, of harmony and perfection. Now ടാഗോർ നമ്മൾക്ക് കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോറസ്റ്റ് എന്ന് പറയുന്നത് അറിവിന്റെ ഒരു സ്രോതസ് മാത്രമല്ല, നമ്മൾക്ക് ഗവേഷണം ചെയ്യാനുള്ള സ്ഥലം മാത്രമല്ല, ആൻഡ് ഫ്രീഡം, സ്വാതന്ത്ര്യത്തിന്റെ ഒരിടം മാത്രമല്ല, but it is also the source of beauty and joy, സൗന്ദര്യത്തിന്റെയും ആനന്ദത്തിന്റെയും സ്രോതസ്സാണ് എന്തെന്ന് പറയുന്നത്, ഫോറസ്റ്റ് എന്ന് പറയുന്നത്, ഓഫ് ആർട്ട് ആൻഡ് എസ്തെറ്റിക്സ്, കലയുടെയും അതുപോലെ തന്നെ കലാ സൗന്ദര്യത്തിന്റെയും ഒക്കെ സ്രോതസ്സാണ്. എസ്തെറ്റിക്സ് മീൻസ് ബ്യൂട്ടി. സോ കാവ്യ സൗന്ദര്യത്തിന്റെയും കലയുടെയും ഒക്കെ ഒരു സ്രോതസ്സാണ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഓഫ് ഹാർമണി ആൻഡ് പെർഫെക്ഷൻ, ഒരുമയുടെയും അതുപോലെ തന്നെ പരിപൂർണതയുടെയും ഒക്കെ പ്രതീകമാണ് എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്രോതസ്സാണ് എന്തെന്ന് പറയുന്നത് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. സോ നമ്മളിലേക്ക് ഒരു ശരാശരി കാഴ്ചപ്പാടിനപ്പുറത്തേക്ക് ഫോറസ്റ്റ് എന്ന് പറയുന്ന വനങ്ങൾക്ക് നമ്മളുമായിട്ടുള്ള സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ച്, ആ ബന്ധത്തെക്കുറിച്ചാണ് ടാഗോർ ഇവിടെ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഇനി തൊട്ട് നാളെ തൊട്ട് അല്ലെങ്കിൽ ഇനി മുന്നോട്ട് ഫോറസ്റ്റുകളുമായിട്ട് നമ്മൾക്കുള്ള ബന്ധം ഏതെല്ലാം രീതിയിൽ മാറ്റി എഴുതണം, അതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് ആര് സംസാരിക്കാൻ പോകുന്നത്, ടാഗോർ ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ നമ്മൾക്ക് എസ്സേയിലേക്ക് വരാം. ഒറ്റ മിനിറ്റ്, ജസ്റ്റ് 1 minute. Okay, so we can continue. The Religion of the Forest by Rabindranath Tagore. We stand before this great world. ഈ വലിയ വിശാലമായിട്ടുള്ള ലോകത്തിന്റെ മുൻപിലാണ് നമ്മൾ നിൽക്കുന്നത്. We stand before this great world. The truth of our life depends upon our attitude of mind towards it. An attitude which is formed by our habit of dealing with it according to the special circumstances of our surroundings and our temperaments. Now, എന്താ ടാഗോർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ജീവിതത്തെക്കുറിച്ച്, നമ്മൾക്ക് നമ്മളെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ അറിയാം എന്നുള്ളത് എന്തിനെ ആശ്രയിച്ചിരിക്കും? The truth of our life depends upon our attitude of mind towards it. ഈ ഭൂമിയോട്, ഈ പ്രകൃതിയോടുള്ള നമ്മളുടെ മനോഭാവം അനുസരിച്ചിരിക്കും. സോ നമ്മളെക്കുറിച്ച്, നമ്മളുടെ അസ്തിത്വത്തെക്കുറിച്ച്, നമ്മൾക്ക് നമ്മളെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളത് എപ്പോഴും എന്തിനെ ആശ്രയിച്ചിരിക്കും? ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ അവർ ആറ്റിറ്റ്യൂഡ് ഓഫ് മൈൻഡ് ടുവേർഡ്സ് ഇറ്റ്, ആൻഡ് ആറ്റിറ്റ്യൂഡ് വിച്ച് ഈസ് ഫോംഡ് ബൈ അവർ ഹാബിറ്റ്. പ്രത്യേകിച്ചും നമ്മളുടെ ഈ ഒരു മനോഭാവം പലപ്പോഴും രൂപപ്പെടുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നമ്മൾ ചെറിയ ആയിരിക്കുന്നിടം തൊട്ട് നമ്മൾ വളർന്ന് വരുന്നത് വരെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ശീലങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും. നല്ല ശീലങ്ങളോടുകൂടി പ്രകൃതിയുമായിട്ട് ഇണങ്ങിയാണ് നമ്മൾ വളർന്നു വരുന്നതെങ്കിൽ നമ്മൾക്ക് നമ്മളെക്കുറിച്ച്, ഈ ജീവിതത്തെക്കുറിച്ച്, ഈ ഭൂമിയെക്കുറിച്ച് നമ്മൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ മനസ്സിലായോ? The truth of our life depends upon our attitude of mind towards it, an attitude which is formed by our habit of dealing with it according to the special circumstances of our surroundings and our temperaments. അതായത് പലപ്പോഴും നമ്മൾ ഏത് രീതിയിൽ വളർന്നു വരുന്നു എന്നുള്ളത് it depends upon the circumstances of life, ജീവിതത്തിന്റെ ചുറ്റുപാടുകൾ അനുസരിച്ചിരിക്കും. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ പ്രകൃതിയുമായിട്ട് ഇണങ്ങി നല്ല മനസ്സോടുകൂടി, നല്ല സ്വഭാവങ്ങളോടുകൂടി, നല്ല ശീലങ്ങളോടുകൂടിയാണ് വളർന്നു വരുന്നതെങ്കിൽ നമ്മൾക്ക് പ്രകൃതിയെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച് നമ്മൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. ആൻഡ് ഓൾസോ അവർ ടെമ്പറമെന്റ്സ് മീൻസ് നമ്മളുടെ സ്വഭാവം. ഓക്കെ, സോ നല്ല സ്വഭാവത്തോടുകൂടി നല്ല സാഹചര്യങ്ങളിൽ പ്രകൃതിയുമായിട്ട് ഇണങ്ങിയാണ് ജീവിച്ചു വരുന്നതെങ്കിൽ നമ്മളുടെ മനോഭാവം എന്തിന് അനുകൂലമായിരിക്കും? പ്രകൃതിക്ക് അനുകൂലമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് നമ്മളെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും ആഴത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. എന്നാൽ മറ്റ് വ്യത്യസ്തമായിട്ടുള്ള വിപരീത സാഹചര്യങ്ങളിലാണ് നമ്മൾ വളർന്നു വരുന്നതെങ്കിൽ നമ്മളുടെ മനോഭാവം മറ്റൊന്നായിരിക്കും. സോ ബേസിക്കലി രണ്ട് രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ് ആകാം നമ്മൾക്ക് പ്രകൃതിയോട് ഉണ്ടാകുക. അതിനെക്കുറിച്ചാണ് ഇപ്പം ടാഗോർ താഴെ പറയും. ഒന്നുകിൽ നമ്മൾ പ്രകൃതിക്ക് അനുകൂലമായിട്ട് ഒരു പ്രകൃതി സ്നേഹിയായിട്ട് പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളോടും സഹതപിക്കുന്ന, അവരുമായിട്ട് സംവദിക്കുന്ന ഒരു നല്ല മനുഷ്യനായിട്ട്, ഒരു നല്ല മനുഷ്യജീവിയായിട്ടായിരിക്കും നമ്മൾ വളർന്നു വരിക. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മറ്റൊരു നിലപാടായിരിക്കും പ്രകൃതിയോട് ഉണ്ടാകുക. സോ ദ ട്രൂത്ത് ഓഫ് അവർ ലൈഫ് ഡിപ്പെൻഡ്സ് അപ്പോൺ അവർ ആറ്റിറ്റ്യൂഡ് ഓഫ് മൈൻഡ് ടുവേർഡ്സ് ഇറ്റ്, ആൻഡ് ആറ്റിറ്റ്യൂഡ് വിച്ച് ഈസ് ഫോംഡ് ബൈ അവർ ഹാബിറ്റ് ഓഫ് ഡീലിംഗ് with it according to the special circumstances of our surroundings and our temperaments. It guides our attempts to establish relations with the universe either by conquest or by union. It guides, ഇവിടെ it എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവം, നമ്മുടെ ശീലങ്ങൾ, നമ്മളുടെ മനോഭാവം, നമ്മളുടെ attitude. Our attitude guides our attempts to establish relations with the
യൂണിവേഴ്സ്. ഈ പ്രകൃതിയുമായിട്ട് ഏത് രീതിയിലുള്ള ബന്ധമാണ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, സ്ഥാപിക്കുന്നത് എന്നുള്ളത് ആരായിരിക്കും തീരുമാനിക്കുക? നമ്മളുടെ ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. എയ്തർ ബൈ കോൺക്വസ്റ്റ് ഓർ ബൈ യൂണിയൻ. സോ ടാഗോർ പറയുന്നത് പ്രകൃതിയുമായിട്ട് നമ്മൾക്ക് രണ്ട് അപ്രോച്ചുകൾ ഉണ്ടാകാം. നമ്മളുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് രണ്ട് രീതിയിലായിരിക്കാം നമ്മൾ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെടുക. ഒന്നുകിൽ ബൈ കോൺക്വസ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിപരീത സാഹചര്യങ്ങളിലാണ് വളർന്നു വരുന്നതെങ്കിൽ, പ്രകൃതിയെ സ്നേഹിക്കാത്ത ഒരാളാണെങ്കിൽ പ്രകൃതിയെ കീഴടക്കാനായിട്ട് ശ്രമിക്കും. സോ ദേ വിൽ അറ്റംപ്റ്റ് ടു എസ്റ്റാബ്ലിഷ് റിലേഷൻ വിത്ത് യൂണിവേഴ്സ് ഓർ നേച്ചർ ബൈ മീൻസ് ഓഫ് കോൺക്വസ്റ്റ്. അതേസമയം നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിലാണെങ്കിൽ ദേ വിൽ എസ്റ്റാബ്ലിഷ് റിലേഷൻഷിപ്പ് വിത്ത് നേച്ചർ ബൈ യൂണിയൻ. പ്രകൃതിയുമായിട്ട് ഒന്ന് ചേർന്ന് പ്രകൃതിയുടെ ഭാഗമാകുക ആയിരിക്കും ചെയ്യുന്നത്. കാര്യം മനസ്സിലായോ? സോ വിപരീത ദിശയിലാണ് ഒരാൾ വളർന്നു വരുന്നതെങ്കിൽ അയാൾക്ക് പ്രകൃതിയുമായിട്ട് അനുകൂലമായിട്ടുള്ള മനോഭാവം ആയിരിക്കത്തില്ല. സോ ഹി വിൽ ട്രൈ ടു എക്സ്പ്ലോയിറ്റ് നേച്ചർ. അതാണ് they will establish relationship by means of conquest. പ്രകൃതിയെ കീഴ്പ്പെടുത്താനായിരിക്കും ശ്രമിക്കുക, അല്ലാതെ പ്രകൃതിയുമായി ഒന്നു ചേരാൻ ആയിരിക്കത്തില്ല. സോ നമ്മളുടെ മനോഭാവം അനുസരിച്ച് you can have two different attitudes or two different approach, one of conquest, one of union, either through the cultivation of power or through that of sympathy. Now conquest ആണ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ നമ്മൾ ഏത് മാർഗമായിരിക്കും? You will adopt the means of power. ശക്തിയുടെ അധികാരത്തിന്റെ ആയുധങ്ങളുടെ മാർഗമായിരിക്കും സ്വീകരിക്കുക, ത്രൂ ദ കൾട്ടിവേഷൻ ഓഫ് പവർ. അതേസമയം പ്രകൃതിയുമായിട്ട് ഒന്നു ചേരാനാണെങ്കിൽ യു വിൽ അഡോപ്റ്റ് ദ മീൻസ് ഓഫ് സിമ്പതി ഓർ കമ്പാഷൻ. സഹാനുഭൂതിയുടെ സഹതാപത്തിന്റെ മാർഗമായിരിക്കും, സ്നേഹത്തിന്റെ മാർഗമായിരിക്കും നമ്മൾ സ്വീകരിക്കുക. സോ ഇവിടെ ഫസ്റ്റ് പാരഗ്രാഫിൽ വരുമ്പോഴത്തേക്കും ടാഗോർ പറയുന്ന ഇതാണ്, പ്രകൃതിയുമായിട്ട് യു ക്യാൻ ഹാവ് ടു ഡിഫറെന്റ് അപ്രോച്ചസ്. Now one is that of conquest and the other is that of union. If you adopt the ways of conquest, you will try to adopt the means of power. So conquest ആണ്, if your attitude is that of conquest, your means will be that of power. If your attitude is that of union, your means മാർഗം will be that of sympathy. So ഇതിൽ ഏതാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് എന്നുള്ളത്, it depends on your attitude, it depends on your habit, it depends on the circumstances in which you grew up. And thus, in our realization of the truth of existence, we put emphasis either upon the principle of dualism or upon the principle of unity. And thus, in our realization of the truth, ഈ പ്രകൃതിയെ കുറിച്ചുള്ള സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നതിൽ നമ്മൾ ഒന്നുകിൽ ഏത് മാർഗമായിരിക്കും? It will be that of conquest or it will be that of union. അതിനെ മറ്റൊരു രീതിയിൽ പറയുകയാണ്, in our realization of the truth of existence, we put emphasis either upon the principle of dualism or upon the principle of unity. So പ്രകൃതിയുമായിട്ട് നമ്മൾ പ്രകൃതിയെക്കുറിച്ചുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കുന്നത് ഒന്നുകിൽ ഏത് മാർഗത്തിലൂടെ ആയിരിക്കും? by laying emphasis on the principle of dualism. Dual means two. അതായത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രകൃതിയെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നവൻ തന്നെയും പ്രകൃതിയെയും രണ്ടായിട്ടായിരിക്കും കാണുക. For him, nature will be something that is different from himself or herself. തന്നിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒന്നായിട്ടായിരിക്കും, തന്നിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്ന ഒന്നായിട്ടായിരിക്കും എന്തിനെ കാണുക? പ്രകൃതിയെ കാണുക. അതേസമയം if you try to realize the truth of life by sympathizing with nature, or if you adopt the means of union, you will lay emphasis upon the principle of unity. സമന്വയത്തിന്റെ, ഐക്യത്തിന്റെ, ഒരുമയുടെ മാർഗമായിരിക്കും നമ്മൾ സ്വീകരിക്കുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കും നമ്മളും പ്രകൃതിയും വേർപെട്ടതല്ല, നമ്മളും പ്രകൃതിയും എന്ത് തന്നെയാണ്? ഒന്ന് തന്നെയാണ്. നമ്മൾക്കിടയിലുള്ള ബന്ധം എന്ത് ചെയ്യാൻ പറ്റാത്തതാണ്? നമ്മൾക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതാണ്, അല്ലെങ്കിൽ രണ്ടായി കാണാൻ പറ്റാത്തതാണ്. ഓക്കെ, സോ അതാണ് ഈ ഒരു പാരഗ്രാഫിലൂടെ ടാഗോർ പറയുന്ന ഇതാണ്, പ്രകൃതിയുമായിട്ട് നമ്മൾക്ക് രണ്ട് മനോഭാവങ്ങൾ ഉണ്ടാകാം. Okay, so one is that of union or one is that of sympathy and the other is that of conquest or power. Okay, so if you adopt the means of conquest, you will believe in the principle of dualism, or you will think that you are different from forest, or otherwise if you adopt the means of union, or if you sympathize with nature, or if you empathize with nature, you will adopt the principle of unity, whereby you would think that you are inseparable from forest. നമ്മൾ പ്രകൃതിയിൽ നിന്നും വേർപെടുത്താൻ പറ്റാത്ത ഒന്നാണ്, നമ്മൾ പ്രകൃതിയും ഒന്നാണെന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് തുടങ്ങും. ഓക്കെ, the Indian sages have held in the Upanishads that the emancipation of our soul lies in its realizing the ultimate truth of unity. നമ്മളുടെ ഉപനിഷത്തുകളിൽ, നമ്മളുടെ പൂർവ്വകാലത്ത്
പണ്ട് നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്ന മഹർഷിമാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. The Indian sages have held in the Upanishads that the emancipation of our soul, emancipation means മോക്ഷം, നമ്മളുടെ ആത്മാവിന് മോക്ഷം ലഭിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്തിനെ ആശ്രയിച്ചിരിക്കും? ലൈസ് മീൻസ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ റിയലൈസിങ് ദ അൾട്ടിമേറ്റ് ട്രൂത്ത് ഓഫ് യൂണിറ്റി. ഒരുമയുടെ ഐക്യത്തിന്റെ ആ ഒരു പരമമായിട്ടുള്ള സത്യം നമ്മൾ എത്രത്തോളം മനസ്സിലാക്കുന്നു എന്നുള്ളത് അനുസരിച്ചിരിക്കും നമ്മളുടെ ആത്മാവിന് മോക്ഷം ലഭിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതായത് നമ്മൾ പ്രകൃതിയെ ഈശ്വരനെ എത്രത്തോളം അടുത്ത് മനസ്സിലാക്കുന്നോ അത്രത്തോളം സാധ്യതയാണ് നമ്മൾക്ക് എന്ത് ലഭിക്കാനായിട്ട്? മോക്ഷം ലഭിക്കാനായിട്ടുള്ളത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ താനും പ്രകൃതിയും രണ്ടും രണ്ടാണ്, താനും ഈശ്വരനും രണ്ടും രണ്ടാണ് എന്ന് ചിന്തിക്കുന്ന ഒരുവന് മോക്ഷപ്രാപ്തി അപ്രാപ്യം ആണ്. മനസ്സിലായോ? സോ അതുകൊണ്ടാണ് പണ്ട് കാലത്ത് തന്നെ ഒരുപക്ഷെ ശങ്കരാചാര്യരൊക്കെ എന്ത് പറഞ്ഞത്? അഹം ബ്രഹ്മാസ്മി, തത്വമസി എന്നൊക്കെ പറയുന്നത് അത് തന്നെയാണ്. ഞാനും ഈശ്വരനും ഒന്നാണ് എന്ന് പറയുമ്പോഴത്തേക്കും ഈശ്വരൻ എന്ന് പറയുന്നത് പ്രകൃതി തന്നെയാണ്. ഞാനും പ്രകൃതിയും ഒന്നാണ് എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് എ പാത്ത് ടു എൻലൈറ്റൻമെന്റ്. അത് എന്താണ്? ബോധോദയത്തിലേക്കുള്ള മാർഗമാണ്. അത് മറ്റു രീതിയിൽ ഞാനും പ്രകൃതിയും രണ്ടും രണ്ടാണ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ നമ്മൾക്ക് നമ്മളെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായിട്ടുള്ള അറിവ് പോലും നമ്മൾക്ക് നിഷേധിക്കുകയാണ്. സോ നമ്മളെക്കുറിച്ച്, നമ്മളുടെ ഉൽപ്പത്തിയെക്കുറിച്ച്, നമ്മളുടെ പിറവിയെക്കുറിച്ച്, നമ്മൾക്ക് പ്രകൃതിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച്, ഈ പ്രകൃതിയിലെ മുഴുവൻ ജീവജാലങ്ങൾക്ക് അന്യോന്യമുള്ള ബന്ധത്തെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? മോക്ഷപ്രാപ്തി നേടാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അയാളുടെ ആത്മാവ് എപ്പോഴും എന്തായിരിക്കും? അപൂർണമായിരിക്കും. സോ നമ്മളുടെ ആത്മാവിന് പൂർണ്ണത എത്രത്തോളം ഉണ്ടാകുന്നു എന്നുള്ളത് എപ്പോഴും എന്തിനെ ആശ്രയിച്ചിരിക്കും? നമ്മൾക്ക് പ്രകൃതിയുമായിട്ടുള്ള ബന്ധത്തെ ആശ്രയിച്ചിരിക്കും. അതുകൊണ്ടാണ് ഉപനിഷത്തിൽ ഇങ്ങനെ പറയുന്നത്. എന്താ പറയുന്നത് നോക്കെ? ഈശവാസ്യം ഇതം സർവം യത് കിഞ്ച് ജഗത്യം ജഗത് തേന ത്യക്തേന ഭുഞ്ചിതമാഗ്രത് കശ്യവിത് ധനം. എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈശവസ്യം ഇതം സർവം യത് കിഞ്ച് ജഗത്യം ജഗത്, അതായത് നമ്മൾ ഈ ഭൂമിയിൽ കാണുന്ന സർവവും ആരുടെ സൃഷ്ടിയാണ്? ഈശ്വരന്റെ സൃഷ്ടിയാണ്. അല്ലെങ്കിൽ നമ്മൾ നമ്മളുടെ ചുറ്റുപാടും കാണുന്ന ഏതൊരു വസ്തുവിലും അന്തർലീനമായിട്ട് കിടക്കുന്നത് ആര് തന്നെയാണ്? സൃഷ്ടാവായിട്ടുള്ള ഈശ്വരന്റെ സാന്നിധ്യം തന്നെയാണ്. തേന തക്തേന ഭുഞ്ചിത മഗ്രത് കശ്യവിത് ധനം. അതായത് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് വേണ്ടിയിട്ട് ഈശ്വരൻ ഒരുക്കിയിരിക്കുന്ന വിരുന്നാണ് എന്തെന്ന് പറയുന്നത്? പ്രകൃതി എന്ന് പറയുന്നത്. അത് നമ്മൾക്ക് ആസ്വദിക്കാം, പക്ഷെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? അതിനെ നശിപ്പിക്കാനായിട്ട് പാടില്ല. സോ നമ്മൾക്ക് ആനന്ദം കണ്ടെത്താനായിട്ടുള്ള, നമ്മൾക്ക് നമ്മളെ തിരിച്ചറിയാനായിട്ടുള്ള ഏറ്റവും വലിയ സ്രോതസ്സാണ് പ്രകൃതി. അത് നമ്മൾക്ക് വേണ്ടുവോളം നമ്മൾക്ക് ആസ്വദിക്കാം, ബട്ട് നെവർ ത്രൂ ദ ഗ്രീഡ് ഓഫ് പൊസഷൻ. പക്ഷെ ഒരിക്കൽ പോലും അത് കൈവശപ്പെടുത്തണം, കൈമുതലാക്കണം എന്നുള്ള ഒരു അത്യാർത്ഥിയുടെ മനോഭാവം നമ്മൾക്ക് ഉണ്ടാകാനായിട്ട് പാടില്ല. സോ അതാണ് ഇവിടെ പറയുന്നത്. നോ ദാറ്റ് ഓൾ മൂവ്സ് ഇൻ ദ മൂവിംഗ് വേൾഡ് ആസ് എൻവലപ്ഡ് ബൈ ഗോഡ്. മനസ്സിലാക്കുക, നമ്മളുടെ മുൻപിൽ കാണുന്ന ഈ മുഴുവൻ കാര്യങ്ങളെയും ആവരണം ചെയ്തിരിക്കുന്നത് ഈശ്വരന്റെ സാന്നിധ്യം തന്നെയാണ്. ഫൈൻഡ് എൻജോയ്മെന്റ് ത്രൂ റെനൗൺസിയേഷൻ. ത്യാഗത്തിലൂടെ, സഹതാപത്തിലൂടെ, സഹജീവികളോടുള്ള സ്നേഹത്തിലൂടെ എന്ത് കണ്ടെത്തുക? അത്യാനന്ദം അല്ലെങ്കിൽ ആനന്ദം കണ്ടെത്തുക. നോട്ട് ത്രൂ ദ ഗ്രീഡ് ഓഫ് പൊസഷൻ. ഒരിക്കൽ പോലും എന്ത് ചിന്തിക്കാൻ പാടില്ല? നമ്മൾക്ക് നദിയെയോ അല്ലെങ്കിൽ മരങ്ങളെയോ കൈവശപ്പെടുത്താമെന്ന് ചിന്തിക്കാനായിട്ട് പാടില്ല. സോ എൻലൈറ്റൻമെന്റിലേക്ക് അല്ലെങ്കിൽ ഇമാൻസിപ്പേഷൻ, മോക്ഷത്തിലേക്കുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ടു സിമ്പതൈസ് വിത്ത് നേച്ചർ ഓർ ടു എംപതൈസ് വിത്ത് നേച്ചർ ഓർ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ആർ ഇൻസെപ്പറബിൾ ഫ്രം നേച്ചർ. പ്രകൃതിയും നമ്മളും തമ്മിലുള്ള ആ അഭേദ്യമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ധാരണയും ആ ബന്ധത്തെ അനുദിനം പരിപോഷിപ്പിക്കുന്നതിലൂടെയും മാത്രമേ നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ? നമ്മൾക്ക് മോക്ഷത്തിലേക്ക് എത്താനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, ഒരു മിനിറ്റ്, ഞാൻ ഒന്നുകൂടെ ഒന്ന് ബ്രേക്ക് ചെയ്യാണ്. Okay, so we can continue. The ideal of perfection preached by the forest dwellers of ancient India runs through the heart of our classical literature and still dominates our mind. അതായത് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ മനുഷ്യന് പരിപൂർണത എങ്ങനെ കൈവരിക്കാം, അല്ലെങ്കിൽ മനുഷ്യന്റെ ആത്മാവിന് പരിപൂർണത എങ്ങനെ കൈവരിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ആശയം, ദ ഐഡിയൽ ഓഫ് പെർഫെക്ഷൻ preached by the forest dwellers of ancient India. പുരാതന ഇന്ത്യയിലെ വനവാസികളായിട്ടുള്ള പ്രത്യേകിച്ച് മഹർഷിമാരും അതുപോലുള്ള പണ്ഡിതരും
മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയം എന്തിനെ കുറിച്ചാണ്? ദ ഐഡിയ ഓഫ് പെർഫെക്ഷൻ. നമ്മൾക്ക് എങ്ങനെ പരിപൂർണത, നമ്മളുടെ മനുഷ്യജീവൻ അല്ലെങ്കിൽ ആത്മാവിന് പരിപൂർണത ഏത് രീതിയിൽ കൈവരിക്കാം എന്നുള്ള നിലയിൽ അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയം ഇപ്പോഴും നമ്മൾക്ക് കണ്ടെത്താൻ സാധിക്കും. ബിക്കോസ് ഇറ്റ് റൺസ് ത്രൂ ദ ഹാർട്ട് ഓഫ് അവർ ക്ലാസിക്കൽ ലിറ്ററേച്ചർ. നമ്മളുടെ ഐതിഹാസികമായിട്ടുള്ള സാഹിത്യ കൃതികളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു ആശയം കണ്ടെത്താൻ സാധിക്കും. ആൻഡ് ഇറ്റ് സ്റ്റിൽ ഡോമിനേറ്റ്സ് അവർ മൈൻഡ്. ഒരു പക്ഷേ നമ്മളുടെ രാമായണമാണെങ്കിലും മഹാഭാരതമാണെങ്കിലും അല്ലെങ്കിൽ പിൽക്കാലത്ത് കാളിദാസനൊക്കെ എഴുതിയ കൃതികളാണെങ്കിലും ഒക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വാട്ട് ഈസ് ദിസ് ഐഡിയ ഓഫ് പെർഫെക്ഷൻ. നമ്മൾക്ക് നമ്മളുടെ ആത്മാവിന് ഏത് രീതിയിൽ പരിപൂർണത കൈവരിക്കാൻ സാധിക്കും. കാരണം ഈ ഒരു ആശയത്തിൽ അധിഷ്ഠിതമായിട്ടാണ് നമ്മളുടെ ഐതിഹാസികമായിട്ടുള്ള സാഹിത്യ കൃതികളൊക്കെ തന്നെ എഴുതപ്പെട്ടിരിക്കുന്നത്. സോ ദ ഐഡിയൽ ഓഫ് പെർഫെക്ഷൻ preached by the forest dwellers of ancient India runs through the heart of our classical literature and it still dominates our mind. The legends related in our epics cluster under the forest shade, bearing all through their narrative the message of the forest dwellers. The legends related in our epics, നമ്മളുടെ എപ്പിക്സ് ആയിട്ടുള്ള രാമായണമാണെങ്കിലും മഹാഭാരതമാണെങ്കിലും ഒക്കെ അതിനകത്ത് പരാമർശിക്കപ്പെട്ടിട്ടുള്ള ലെജൻഡ്സ് മീൻസ് ഇതിഹാസ കഥാപാത്രങ്ങൾ ദേ ക്ലസ്റ്റർ അണ്ടർ ദ ഫോറസ്റ്റ് ഷെയ്ഡ്. നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾക്ക് രാമായണത്തിലാണെങ്കിലും മഹാഭാരതത്തിലാണെങ്കിലും ഒക്കെ കാണാൻ പറ്റും ആ കഥയുടെ മുഖ്യ ഭാഗം നടക്കുന്നത് എവിടെ തന്നെയാണ്? വനങ്ങളിൽ തന്നെയാണ്. സോ പലപ്പോഴും ഇപ്പം രാമനാണെങ്കിലും അതുപോലെ തന്നെ നമ്മളിപ്പോൾ കൃഷ്ണന്റെ ജീവിതം പരിശോധിക്കുകയാണെങ്കിലൊക്കെ തന്നെ വനത്തിന്റെ ആ ഒരു പ്രശാന്തതയിലാണ് അവരുടെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം അവർ ചിലവഴിച്ചത്. സോ ദ ലെജൻഡ്സ് റിലേറ്റഡ് ഇൻ അവർ എപ്പിക്സ് ക്ലസ്റ്റർ അണ്ടർ ദ ഫോറസ്റ്റ് ഷെയ്ഡ് ബെയറിംഗ് ഓൾ ത്രൂ ദെയർ നറേറ്റീവ്. അതായത് ആ കഥയിലുടനീളം ഇത് വഹിച്ചു കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്താണ്? ദ മെസ്സേജ് ഓഫ് ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സ്. വനവാസത്തിന്റെ അല്ലെങ്കിൽ വനവാസികളുടെ അല്ലെങ്കിൽ വനത്തിന് നമ്മളുടെ ജീവിതവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ, അല്ലെങ്കിൽ ഈ ബന്ധത്തിന് ഏത് രീതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾക്ക് പരിപൂർണത കൈവരിക്കാൻ സഹായിക്കാൻ സാധിക്കുമെന്നുള്ളതിനെ കുറിച്ചുള്ള ആ ഒരു സന്ദേശം നമ്മൾക്ക് നമ്മളുടെ ഐതിഹാസികമായിട്ടുള്ള ഏതൊരു സാഹിത്യ കൃതിയിലും നമ്മൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. In the level tracts of northern India, men found no barrier between their lives and the grand life that permeates the universe. ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ ഈ പുരാണം കൃതികൾ നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് അതിൽ കാണാൻ സാധിക്കും ഇൻ ദ ലെവൽ ട്രാക്സ് ഓഫ് നോർത്തേൺ ഇന്ത്യ. നോർത്തേൺ ഇന്ത്യയുടെ സമതലങ്ങളിൽ men found no barrier between their lives and the grand life that permeates the universe. മനുഷ്യർക്ക് ആ കാലഘട്ടത്തിൽ തങ്ങളുടെ ജീവിതവും അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിലുടനീളം വിന്യസിച്ച് കിടക്കുന്ന സർവേശ്വരന്റെ സാന്നിധ്യവും തമ്മിൽ അവർക്ക് എന്തില്ലായിരുന്നു? there were no barriers. ഇടയ്ക്ക് വിഘാതങ്ങളോ തടസ്സങ്ങളോ ഒന്നുമില്ലായിരുന്നു. സോ ഇവിടെ the grand life that permeates the universe, അതായത് ഈ യൂണിവേഴ്സിൽ മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന ഗ്രാൻഡ് ലൈഫ് എന്ന് പറയുന്ന ഈശ്വര സാന്നിധ്യമാണ്. നമ്മൾക്കത് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് എവിടെയാണ്? ഫോറസ്റ്റിലാണ്. സോ ആ കാലഘട്ടത്തിൽ മനുഷ്യനും പ്രകൃതിക്കുമിടയിൽ യാതൊരു വിധത്തിലുമുള്ള ബാരിയേഴ്സ് ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അവർ ഒരു രീതിയിലും വനങ്ങളെ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്ന ഒന്നായിട്ട് അവർ ഒരിക്കലും കണ്ടിട്ടില്ല. അതേസമയം ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ നമ്മളുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായിട്ട് ഒരിക്കലും വനങ്ങൾ വരാറില്ല. നമ്മൾ വനങ്ങൾ കാണുന്നത് ടൂറിന് പോകുമ്പോൾ മാത്രമാണ്. സോ ടൂറിന് പോകുമ്പോൾ മാത്രം കാണുന്ന സ്ഥലങ്ങളായിട്ട് ഇന്ന് നമ്മളുടെ സംസ്കാരത്തിൽ എന്ത് മാറിയിരിക്കുന്നു? വനങ്ങൾ മാറിയിരിക്കുന്നു. എന്നാൽ ആ കാലഘട്ടത്തിൽ വനം എന്ന് പറയുന്നത് ഇപ്പൊ തന്നെ വനം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ ഒരു സാഹചര്യത്തിൽ ഡിനോട്ട് സംതിങ്, എന്തിനും ഒന്ന് സൂചിപ്പിക്കുന്നു. ഉടനെ അത് നമ്മൾ ആലോചിക്കുമ്പോഴത്തേക്കും നിറയെ മരങ്ങൾ നിൽക്കുന്ന ഒരു സ്ഥലമാണ്, നമ്മൾ യാത്ര പോകുമ്പോൾ കാണുന്നതാണ്. സോ ദാറ്റ് കൈൻഡ് ഓഫ് സെപ്പറേഷൻ ഈസ് ദെയർ in our imagination, in our thought, in our understanding of what forest is. പക്ഷേ ആ കാലഘട്ടത്തിൽ ഫോറസ്റ്റ് എന്ന് പറയുന്നത് അവരുടെ ജീവിതവുമായിട്ട് ഇഴകിച്ചേർന്ന് കിടക്കുന്ന ഒന്നാണ്. സോ വനം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇന്ന് മനസ്സിൽ കാണുന്നത് പോലുള്ള ചിത്രമില്ല. കാരണം അവരുടെ ചുറ്റുപാട് തന്നെയായിരുന്നു എന്തെന്ന് പറയുന്നത്? ഫോറസ്റ്റ് എന്ന് പറയുന്നത്. സോ അതാണ് പറയുന്നത് ഇൻ ദ ലെവൽ ട്രാക്സ് ഓഫ് നോർത്തേൺ ഇന്ത്യ men found no barrier between their lives and the grand life that permeates the universe. The forest entered into a close relationship with their work and leisure and with their daily necessities and contemplations. അതാണ് പറയുന്നത് the forest entered into a close living relationship. അതായത് നിത്യജീവിതത്തിന്റെ ഭാഗമായിരുന്നു എന്തെന്ന് പറയുന്ന വനം എന്ന് പറയുന്നത് with their work and leisure. അത് അവർ തൊഴിലെടുക്കുന്ന സമയത്താണെങ്കിലും അവർ ഇടവേളകൾ കണ്ടെത്തിയ സമയത്താണെങ്കിലും വനത്തിന് മറ്റൊന്നായിട്ട് ഒരിക്കലും അവർക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. ബിക്കോസ് ഫോറസ്റ്റ് വാസ് ഇൻസെപ്പറബിൾ ഫ്രം their daily life. അവരുടെ ദൈനംദിന ജീവിതത്തിൽ നിന്നും
ഒഴിച്ചുകൂടാൻ പറ്റാത്ത അല്ലെങ്കിൽ വേർപെടുത്താൻ പറ്റാത്ത ഒന്നായിരുന്നു എന്തെന്ന് പറയുന്ന ഫോറസ്റ്റ് എന്ന് പറയുന്നത്. വിത്ത് ദെയർ ഡെയിലി നെസസിറ്റീസ് ആൻഡ് കണ്ടംപ്ലേഷൻസ്. അവരുടെ ദൈനംദിന ആവശ്യങ്ങൾ അവർ കണ്ടെത്തിയിരുന്നത് എവിടെ നിന്നാണ്? വനങ്ങളിൽ നിന്നാണ്. ആൻഡ് കണ്ടംപ്ലേഷൻസ്, അവരുടെ ചിന്തകൾ, അവർ ധ്യാനിച്ചിരുന്നത് അല്ലെങ്കിൽ തപസ്സിൽ മുഴുകിയിരുന്നത്, പ്രാർത്ഥനകളിൽ മുഴുകിയിരുന്നത്, ആരാധനയിൽ മുഴുകിയിരുന്നത്, അവർ അവരുടെ ജീവിതത്തിന്റെ നല്ലൊരു സമയം ചിലവഴിച്ചിരുന്നത് എവിടെ തന്നെയാണ്? ഫോറസ്റ്റിൽ തന്നെയാണ്. സോ അവരുടെ ജീവിതം എന്തുമായിട്ട് ബന്ധപ്പെട്ട് കിടന്നിരുന്നു? ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ വേർപെട്ട് കാണുന്നത് പോലെ അവർക്ക് എന്തിനെ കാണാൻ സാധിച്ചിരുന്നില്ല? വനങ്ങളെ കാണാനായിട്ട് സാധിച്ചിരുന്നില്ല. So they could not think of other surroundings as separate or inimical. അതുകൊണ്ട് തന്നെ അവർക്ക് തങ്ങൾ ജീവിക്കുന്നതിൽ നിന്നും അല്പം അകലെ മാറിക്കിടക്കുന്ന ചുറ്റുപാടുകളെ വ്യത്യസ്തമായിട്ടുള്ളതോ അതല്ലെങ്കിൽ തന്നെ ഇനിമിക്കൽ മീൻസ് അൺഫ്രണ്ട്ലി, തങ്ങൾക്ക് അഭികാമ്യമല്ലാത്തതായിട്ടോ ഒന്നും ഒരിക്കലും അവർക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നില്ല. ഒരിക്കലും അവർ വനങ്ങളെ എന്താണ് ഭയക്കേണ്ട ഒന്നായിട്ടോ അല്ലെങ്കിൽ അസ്വീകാര്യമായിട്ടുള്ള ഒന്നായിട്ടോ ഒന്നും അവർ ഒരിക്കലും എന്തിനെ കണ്ടിട്ടില്ല? വനങ്ങളെ കണ്ടിട്ടില്ല. സോ they could not think of other surroundings as separate or inimical. Inimical means unfriendly. അതായത് തങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റാത്ത ഭയക്കേണ്ടതായിട്ടുള്ള ഒന്നായിട്ടൊന്നും അവർ ഒരിക്കലും വനങ്ങളെ കണ്ടിട്ടില്ല. So the view of the truth which these men found did not make manifest the difference but rather the unity of all things. അതുകൊണ്ട് തന്നെ the view of the truth, ഈശ്വരനെ കുറിച്ച്, ഈ പ്രപഞ്ചത്തെ കുറിച്ച്, നമ്മളുടെ അസ്തിത്വത്തെ കുറിച്ച്, നമ്മളുടെ ജീവിതത്തെ കുറിച്ച് അവർക്കുണ്ടായിരുന്ന കാഴ്ചപ്പാട് which these men found did not make manifest in the difference. എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നില്ല? നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ it was not based on dualism. നമ്മളും പ്രകൃതിയും രണ്ടും രണ്ടാണ് എന്നുള്ള ആശയത്തിനെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നില്ല. ബട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ ദ ഐഡിയ ഓഫ് യൂണിറ്റി ഓഫ് ഓൾ തിങ്സ്. ഈ ഭൂമിയിൽ കാണുന്ന എല്ലാം എന്താണ്? ഒന്നാണ്, അവർക്കിടയിലുള്ള ബന്ധം അഭേദ്യമാണ് എന്നുള്ള ആശയത്തിൽ അധിഷ്ഠിതമായിട്ടായിരുന്നു അവർ കാര്യങ്ങളെ നോക്കിക്കണ്ടിരുന്നത്. ദേ അട്ടേർഡ് ദെയർ ഫെയ്ത്ത് ഇൻ ദീസ് വേർഡ്സ്. അവർ അവരുടെ വിശ്വാസം ഈ വാക്കുകളിലൂടെ എന്ത് ചെയ്യുന്നു? ഈ വാക്കുകളിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. യദിദം കിഞ്ച് സർവം പ്രാണ യജ്ജതി നിശ്രുതം എന്ന് വെച്ച് കഴിഞ്ഞാൽ all that vibrates with life have come out from life. അതായത് ഈ ഭൂമിയിൽ തുടിക്കുന്ന ഓരോ ജീവന്റെ തുടിപ്പുകളും എന്തിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ളത് ആണ്? ജീവനിൽ നിന്ന് തന്നെ ഉത്ഭവിച്ചിട്ടുള്ളതാണ്. സോ ബേസിക്കലി ഇറ്റ് മീൻസ് ദാറ്റ് ലൈഫ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ജീവിതം എന്ന് പറയുന്നത്, ജീവൻ എന്ന് പറയുന്നത് എന്താണ്? കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇറ്റ് നെവർ ബ്രേക്സ് എനിവെയർ. അത് ആ ഒരു ശൃംഖല എങ്ങും ബ്രേക്ക് ആകുന്നില്ല. വിച്ച് മീൻസ് ദാറ്റ് വി ആർ ഓൾ പാർട്ട് ഓഫ് ദ സെയിം വെബ്. നമ്മളെല്ലാവരും ഒരേ വെബിന്റെ ഭാഗമാണ്. ഓക്കെ, സോ അത്രയും ബൃഹത്തായിട്ടുള്ള ഒരു ആശയമായിരുന്നു അവർക്ക് ഈ ഭൂമിയെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും ഉണ്ടായിരുന്നത്. യദിദം കിഞ്ച് സർവം പ്രാണയജ്ജതി നിശ്രുതം. അതായത് തുടിക്കുന്ന ഓരോ ജീവനും ഉത്ഭവിച്ചിട്ടുള്ളത് എവിടെ നിന്ന് തന്നെയാണ്? മറ്റൊരു ജീവനിൽ നിന്ന് തന്നെയാണ്. സോ ലൈഫ് ഈസ് ഇൻഡിവിസിബിൾ ഓർ ലൈഫ് ഈസ് ഇൻസെപ്പറബിൾ. നമ്മൾക്ക് വേർപെടുത്താൻ പറ്റാത്ത ഒന്നാണ് എന്തെന്ന് പറയുന്നത്? ലൈഫ് എന്ന് പറയുന്നത്. The view of this world which India has taken is summed up in one compound Sanskrit word, Satchidananda. അതായത് ഈ ലോകത്തെക്കുറിച്ച്, പ്രകൃതിയെക്കുറിച്ച് ആ കാലഘട്ടത്തിലെ ഭാരതീയർ മനസ്സിലാക്കിയിരുന്ന സർവ്വ തത്വവും നമ്മൾക്ക് ഒരു സംസ്കൃത പദത്തിലൂടെ നമ്മൾക്ക് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ നമ്മൾക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കും, നമ്മൾക്ക് നിർവചിക്കാനായിട്ട് സാധിക്കും. ആ സാൻസ്ക്രിറ്റ് വേർഡ് എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ട് വേർഡാണ്. കോമ്പൗണ്ട് വേർഡ് അറിയാലോ, ഒന്നിലധികം വാക്കുകളെ ഒരുമിപ്പിച്ച് നമ്മൾ ഫോം ചെയ്യുന്ന വാക്കുകളാണ് ഇതെന്ന് പറയുന്നത്, കോമ്പൗണ്ട് വേർഡ്സ് എന്ന് പറയുന്നത്. നൗ ദ വ്യൂ ഓഫ് ദിസ് വേൾഡ് വിച്ച് ഇന്ത്യൻസ് ഹാഡ് ഡ്യൂറിംഗ് ദോസ് ഏജസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ വൺ സാൻസ്ക്രിറ്റ് വേർഡ് വിച്ച് ഇസ് സച്ചിദാനന്ദ. അതായത് ഈ പ്രകൃതിയെക്കുറിച്ച് ആ കാലഘട്ടത്തിലെ നമ്മളുടെ മനുഷ്യർക്കുണ്ടായിരുന്ന, ഭാരതീയർക്കുണ്ടായിരുന്ന കാഴ്ചപ്പാട് നമ്മൾക്ക് ഒരു വാക്കിലൂടെ പ്രകടിപ്പിക്കാൻ സാധിക്കും. ആ വാക്കെന്ന് പറയുന്നത് സച്ചിദാനന്ദ ആണ്. വിച്ച് ഈസ് എ കോമ്പിനേഷൻ ഓഫ് 3 words. One is Sat and the second one is Chit and the third one is Ananda. So Sat, Chit, Ananda ആണ് ഒരുമിച്ച് ചേർന്നപ്പോഴത്തേക്കും എന്തായി മാറിയത്? സച്ചിദാനന്ദായി മാറിയത്. The meaning is that reality which is essentially one has 3 faces. Now സച്ചിദാനന്ദ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യാഥാർത്ഥ്യത്തിന് അല്ലെങ്കിൽ സത്യത്തിന് എത്ര അവസ്ഥകളുണ്ട്? ഇറ്റ് ഹാസ് ഗോട്ട് 3 faces. അല്ലെങ്കിൽ 3 അവസ്ഥകൾ ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത്? യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ആ 3 അവസ്ഥകളാണ് one is Sat, the second one is Chit and the third one is Ananda. So what is Satchidananda എന്നൊരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ
നിങ്ങൾ പറയേണ്ടുന്ന ഇതാണ്, സച്ചിദാനന്ദ മീൻസ് ദാറ്റ് റിയാലിറ്റി ഹാസ് ഗോട്ട് 3 phases. ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ദീസ് 3 phases that provides unity or harmony. ഇതിന്റെ മൂന്നിന്റെയും കോമ്പിനേഷൻ ആണ് നമ്മൾക്ക് എന്ത് കൊണ്ടുവരുന്നത്, യൂണിറ്റി അല്ലെങ്കിൽ ഹാർമണി. അത് ഏത് രീതിയിലാണെന്നുള്ളത് നമ്മൾക്കിപ്പോൾ മനസ്സിലാക്കാം. സോ the meaning is that reality which is essentially one. യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അത് ഒന്ന് തന്നെയാണ്. നമ്മൾ എപ്പോഴും പറയാറില്ലേ, ഈശ്വരൻ എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്, സൃഷ്ടാവ് എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്, പ്രകൃതി എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. സോ the meaning is that reality which is one has 3 phases. സോ ഈ ഒരു തിരിച്ചറിവ്, സോ നമ്മൾക്കുണ്ടാകാവുന്ന ആ ഒരു ബോധോദയം എന്ന് പറയുന്ന കാര്യത്തിന് 3 കടമ്പകളുണ്ട് അല്ലെങ്കിൽ 3 അവസ്ഥകളുണ്ട്. It has got 3 phases. The first is Sat, which is the simple fact that things are, the fact which relates us to all things through the relationship of common existence. എന്താണ് സത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സത്ത, നമ്മളിലുള്ള ജീവന്റെ തുടിപ്പ്, അതായത് നമ്മൾ ഇവിടെ ഉണ്ട്. സോ ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന സമയത്ത് ഞാൻ എന്ന് പറയുന്ന മനുഷ്യൻ ഇവിടെ ഉണ്ട് അല്ലേ? അതുകൊണ്ടാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ എൻ്റെ ഹൃദയം സ്പന്ദിക്കുന്നത് കൊണ്ടാണ് എനിക്കിത് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി നിങ്ങൾ ഓരോരുത്തരും നിലനിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇതിപ്പം റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്ത് തരുമ്പോഴത്തേക്കും നിങ്ങൾക്കത് കേൾക്കാനായിട്ട് പറ്റുന്നത്. കാരണം നിങ്ങളുടെ ഹൃദയവും തുടിക്കുന്നുണ്ട്. സോ നമ്മളെല്ലാവരും ഇവിടെ ഈ ഭൂമിയിൽ ഈ സമയത്തുണ്ട് എന്നുള്ള ആ തിരിച്ചറിവാണ്, അല്ലെങ്കിൽ ആ അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്, സത്ത് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ സിമ്പിൾ ഫാക്ട് ദാറ്റ് തിങ്സ് ആർ, വസ്തുക്കൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് സത്ത്. The fact which relates us to all things through the relationship of common existence. പൊതുവായിട്ടുള്ള നിലനിൽപ്പിലൂടെ നമ്മൾ എല്ലാവരും അന്യോന്യം കാണുന്നു, തിരിച്ചറിയുന്നു എന്നുള്ളതാണ് സത്ത്. The second one is Chit. It is the fact that we know, which relates us all things through the relationship of knowledge. Now രണ്ടാമത്തേത് ചിത് ആണ്. ചിതം എന്ന് പറയുന്ന മനസ്സാണ്, നമ്മൾക്ക് ചിന്തിക്കാനുള്ള കേപ്പബിലിറ്റി ആണ്. ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു തിങ്ക് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. കാര്യങ്ങളെക്കുറിച്ച് നമ്മൾക്ക് ചിന്തിക്കാനും മനസ്സിലാക്കാനുമുള്ള നമ്മളുടെ രണ്ടാമത്തെ അവസ്ഥ. ഒന്ന്, ദ ഫസ്റ്റ് വൺ ഈസ് സത്, വിച്ച് ഈസ് എക്സിസ്റ്റൻസ്, ആൻഡ് ചിത്, വിച്ച് ഈസ് യുവർ കേപ്പബിലിറ്റി ടു തിങ്ക്. അതായത് ഇപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാൻ പറ്റുന്നുണ്ട്, ഓരോ കാര്യങ്ങളെ പറ്റിയിട്ട് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്, സങ്കല്പിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ഇപ്പം ഈ ക്ലാസ് കേട്ടോണ്ടിരിക്കുമ്പോഴത്തേക്കും എന്നെ കാണുന്നില്ല എങ്കിൽ പോലും യു ക്യാൻ ഇമാജിൻ മീ. കാരണം നിങ്ങൾ മുമ്പ് എന്നെ കണ്ടിട്ടുണ്ട്, ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ ചിത്രം വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇമാജിൻ ചെയ്യാനായിട്ട് പറ്റും. നൗ ദാറ്റ് ഈസ് വാട്ട് ചിത് ഈസ്. അതാണ് എന്തെന്ന് പറയുന്നത്, ചിതം അഥവാ നമ്മളുടെ മനസ്സ് എന്ന് പറയുന്നത് യുവർ എബിലിറ്റി ഓർ യുവർ പവർ ഓർ യുവർ ഫാക്കൽറ്റി ടു തിങ്ക് ആൻഡ് ഇമാജിൻ. സോ അതാണ് നമ്മളെ മറ്റ് ജീവജാലങ്ങളിൽ നിന്നും നമ്മളെ വേർപെട്ടതാക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾക്കുള്ള ഏറ്റവും വലിയ കപ്പാസിറ്റി ഇതാണ്. ഇൻ കമ്പാരിസൺ ടു അതർ ആനിമൽസ്, ദാറ്റ് യു ആർ കേപ്പബിൾ ഓഫ് ഇമാജിനേഷൻ. നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, സങ്കല്പിക്കാനായിട്ട് സാധിക്കും. സോ ദ സെക്കൻഡ് ഈസ് ചിത്. ഇറ്റ് ഈസ് എ ഫാക്ട് ദാറ്റ് വി നോ, വിച്ച് ഇറ്റ് ഈസ് എ ഫാക്ട് ദാറ്റ് വി നോ. നമ്മൾക്ക് കാര്യങ്ങൾ അറിയാം. ദാറ്റ് യു ക്യാൻ തിങ്ക് ഓർ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് തിങ്സ് ത്രൂ ദ റിലേഷൻഷിപ്പ് ഓഫ് നോളജ്. അറിവിലൂടെ നമ്മൾക്ക് എല്ലാ കാര്യത്തെയും കുറിച്ച് ബൃഹത്തായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ചിത്. ദ തേർഡ് ഈസ് ആനന്ദ. മൂന്നാമത്തത് ആനന്ദമാണ്. ഇറ്റ് ഈസ് എ ഫാക്ട് ദാറ്റ് വി എൻജോയ്, വിച്ച് യുണൈറ്റ്സ് us with all things through the relationship of love. Now ഫസ്റ്റ് വൺ ആണ് നമ്മളെ രണ്ടാമത്തതിലേക്ക് നയിക്കുന്നത്, രണ്ടാമത്തതാണ് നമ്മളെ മൂന്നാമത്തതിലേക്ക് നയിക്കുന്നത്. സോ നമ്മൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ചിന്തിക്കാൻ പറ്റുന്നത്. നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും എല്ലാ ജീവജാലങ്ങളും ആരുടെ സൃഷ്ടിയാണ്, ഈശ്വരന്റെ സൃഷ്ടിയാണ്. എല്ലാ ജീവജാലങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഒന്ന് ഇല്ല എങ്കിൽ മറ്റൊന്ന് ഇല്ല എന്നുള്ളത്, മരമില്ല എന്നുണ്ടെങ്കിൽ മനുഷ്യനില്ല എന്നുള്ളത്. അതേസമയം മരത്തെ നമ്മളൊന്ന് ആലിംഗനം ചെയ്യുകയാണെങ്കിൽ അത് എന്താണ്, നമ്മളുടെ ജീവിതത്തെ തന്നെ അല്ലെങ്കിൽ നമ്മളുടെ ചിന്തകളെ തന്നെ മാറ്റിമറിക്കുമെന്നുള്ളത്, അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മളിവിടെ നിലനിൽക്കുന്നത് എന്നൊക്കെ ഉള്ളത് നമ്മൾ തിരിച്ചറിയുമ്പോൾ, അല്ലെങ്കിൽ പ്രകൃതിയുടെ സൗന്ദര്യം നമ്മൾ കണ്ണ് തുറന്ന് കാണുമ്പോഴത്തേക്കും, ഈ പ്രകൃതി എത്രത്തോളം മനോഹരമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴത്തേക്കും, ഈ പ്രകൃതിയിലേക്ക് നമ്മൾക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുമെന്ന് തിരിച്ചറിയുമ്പോഴത്തേക്കും, നമ്മൾ കാത് തുറന്ന്
ഒരു കുളിരരുവി ഒഴുകുന്ന ശബ്ദം നമ്മൾ കേൾക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ പറന്നു പോകുന്ന ഒരു പക്ഷിയുടെ ചിറകടി വെച്ച് നമ്മൾ ശ്രവിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുവട്ടത്ത് പാറി പറക്കുന്ന ഒരു ചിത്രശലഭത്തിന്റെ സൗന്ദര്യം നമ്മൾ മാറി നിന്ന് ആസ്വദിക്കുന്ന സമയത്ത്, അതെങ്ങനെയാണ് ഒരു പൂവിലേക്ക് ചെന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ വീക്ഷിക്കുന്ന സമയത്ത് നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. And that is what ആനന്ദ is. So ഈ രീതിയിലുള്ള തിരിച്ചറിവുകൾക്കാണ് നമ്മൾ എന്തിലേക്ക് നയിക്കാൻ പറ്റുന്നത്? It is this sort of realization that can lead you to Ananda, which is enlightenment itself. അതാണ് എന്തെന്ന് പറയുന്നത്? Enlightenment എന്ന് പറയുന്നത്. It is the fact that we enjoy which unites us with all things through the relationship of love. So ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലേക്ക് നിങ്ങളുടെ കണ്ണുകളും കാതുകളും അടങ്ങുന്ന നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ ഓരോന്ന് തുറന്ന് നിങ്ങൾ പ്രകൃതിയുടെ സൗന്ദര്യവും അതിന്റെ മനോഹാരിതയും അതിന്റെ പൂർണ്ണതയും ആസ്വദിക്കാൻ തുടങ്ങുന്ന സമയത്ത് you will develop a kind of love relationship with nature. പ്രകൃതിയുമായിട്ട് വല്ലാത്തൊരു പ്രണയത്തിൽ നമ്മൾ അകപ്പെടുകയും ആ പ്രണയം നമ്മളെ എന്തിലേക്ക് നയിക്കുകയും ചെയ്യും? It will lead you to enlightenment. So ഈ ഒരു കാഴ്ചപ്പാടാണ് പൗരാണിക ഭാരതത്തിലെ നമ്മളുടെ പൂർവികർക്ക് ഓരോരുത്തർക്കും ഈ പ്രകൃതിയെക്കുറിച്ച് ഉണ്ടായിരുന്നത്. ഓക്കെ, സോ അപ്പം അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇതിന് തൊട്ട് പുറകെ നമ്മളുടെ അടുത്ത ക്ലാസ് വരും. സോ ഈ എസ്സേയിൽ ടാഗോർ ഫർദർ എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നു എന്നുള്ളത് നമ്മൾക്ക് അന്നേരം നോക്കാം. ഓക്കെ, സോ ടേക്ക് കെയർ, ബൈ.